ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നും കിട്ടുന്ന ഉണ്ടംപൊരി വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമേ. ആദ്യം തന്നെ നമുക്ക് പഴുത്ത പാളയൻകോടൻ പഴം 3 എണ്ണം മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏലക്ക 4 എണ്ണം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 നുള്ളുപ്പ്, 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1 കപ്പ് ശർക്കരപ്പാനി എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മിക്സിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ആവശ്യമെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരപ്പാനിയും കൂടി ചേർത്താണ് അടിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ. 3 മണിക്കൂറിന് ശേഷം മിക്സ് നന്നായി ഇളക്കി ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇപ്പോൾ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ തവിയായിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ബോൾസാണ് വേണ്ടെങ്കിൽ ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു വശം നന്നായി മൂത്ത് കഴിയുമ്പോൾ വേണം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. താങ്ക്